ഓക്കെ, ഈ പുള്ളിയുടെ കേസിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണേന്നാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് കരുതിയിട്ടായിരുന്നു. കാരണം അത് കമന്റ് ആക്കിയിടാൻ ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് പുള്ളി, ഈ ഒരു ഫസ്റ്റ് പുള്ളീനെ നമ്മൾ എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ് പുള്ളിയാക്കിയിട്ട് ഇതിനെ ബി എന്ന് പറഞ്ഞിട്ട് പുള്ളിയാക്കിയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ലെങ്ത് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം, അല്ലേ? നല്ല ആക്സിലറേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ സെന്ററും ഈ ഫിക്സ് ചെയ്തിട്ടുള്ളത്, ആ ഫിക്സ് ചെയ്തിട്ട് ടോപ്പിൽ ഫിക്സ് ചെയ്തിട്ടില്ലേ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അതിനെ ഞാൻ S1 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള വെയിറ്റ് ഇല്ലേ, അതായത് ഈ വെയിറ്റ് മൂലം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ലെങ്ത്തിൽ നിന്ന് ഇതുവരെ ഉള്ളതല്ലേ, ആ ഒരു ലെങ്ത് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഞാൻ y1 ആക്കി എടുത്തു. അതുപോലെ സെക്കൻഡ് വണ്ണിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതുവരെയല്ലേ വരുന്നത്. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്തു, y2 ആക്കിയിട്ട് എടുത്തു. ഇനി ഈ സെന്റർ വരെ ഉള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ YB എന്ന് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ്, അതായത് ഈ സെന്ററും ഈ വെയിറ്റ് തൂങ്ങി കിടക്കുന്നതുമായിട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ S2 ആക്കി എടുത്തു. ഇനി എല്ലാ പുള്ളീസിന്റെ റേഡിയസ് ഞാൻ R ആക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മെയിൻലി നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്ട്രിങ് ആണ് എടുക്കുന്നത്. ഒന്ന് ഈ ഒരു സ്ട്രിങ് കണ്ട, സെന്ററിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നേരെ 2ലേക്ക്. ഇനി ഈ സ്ട്രിങ് നിങ്ങളൊന്ന് നോക്കൂ. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ് ആയിട്ട് ഞാനിപ്പോ ഈ എടുക്കുന്ന സ്ട്രിങ് നോക്ക്, ഇത് ഇങ്ങനെ പോയി, ഇത് ഇതിൽ കൂടെ പോയി, പിന്നത് വീണ്ടും ഇതിൽ കൂടെ ഒന്ന് ചുറ്റി ഇങ്ങനെ പോയി. ഇതാണ് എന്റെ എന്ത്, ഫസ്റ്റ് സ്ട്രിങ്. മറ്റേത് ഈ റെഡ് ആയിട്ട് ഞാൻ വരച്ചത് സെക്കൻഡ് സ്ട്രിങ് ആണെന്ന് വിചാരിക്കും. അപ്പോ നമുക്ക് ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ ഇക്വേഷൻ ഏതാ, L1 ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ ലെങ്ത് ഞാൻ L1 ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഈ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ് വരെ എനിക്ക് എന്താണ് YB ആണെന്നറിയാം എനിക്ക്, അല്ല? അപ്പൊ YB പ്ലസ്, പിന്നെ എന്താ ചെയ്യണത്, ഈ ഒരു പുള്ളിയുടെ ഒരു പകുതി എന്താ പറയാ, സെമി സർക്കിൾ കവർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിളിന്റെ മൊത്തം പെരിമീറ്റർ എന്ന് വെച്ചാൽ 2πr ആണ്. ഇത് ഓൾമോസ്റ്റ് ഹാഫ് അല്ലേ കവർ ചെയ്യണുള്ളൂ. അപ്പൊ എനിക്ക് എന്തെന്ന് എടുക്കാം, ഇതിനെ πr എന്ന് എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് എന്ത് വേണം, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് വേണം, അല്ലേ? ഈ ഒരു സെന്റർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് വേണം. അതെന്തായിരിക്കും, ടോട്ടൽ YB ഉണ്ട് അല്ലെ, YBയിൽ നിന്ന് S1 പോർഷൻ കുറച്ച് കഴിഞ്ഞാല് ഈ ഒരു സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എനിക്ക് കിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇത് എനിക്ക് എന്തെന്ന് കിട്ടി, YB മൈനസ് S1 കിട്ടി. പിന്നെ വീണ്ടും എന്ത് തന്നെയാണ്, ഈ പുള്ളിയുടെ ഹാഫ് സർക്കിൾ ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ അത് πr എന്ന് കിട്ടി. പിന്നെ എന്താണ്, ആ താഴത്തേക്ക് വീണ് എടുക്കണം ഈ ഒരു പോർഷൻ. ഈ പോർഷന്റെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, S1 അല്ല y1 എന്ത് ചെയ്താൽ മതി, S1 കുറച്ചാൽ മതി. അപ്പൊ y1 മൈനസ് S1 എഴുതി. ഓക്കെ, ഇനി d2y1/dt ഞാൻ എന്ത്, ഫസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ബ്ലോക്കിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ d2y2/dt² ഉണ്ട് കേട്ടോ. dt² ഈസ് ഈക്വൽ ടു A2 ആയിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി L2, അടുത്ത സ്ട്രിങ് L2ന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, L2 കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. നമുക്ക് ടോട്ടൽ എന്തുണ്ട്, Y2 ഉണ്ട്. Y2 എന്ത് ചെയ്താൽ മതി, YB കുറച്ചാ പോരെ. S2 എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ L2 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇനി ഞാൻ ഈ ഒരു ഇക്വേഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു എന്ന് വിചാരിക്കും. L2 എന്ന് പറഞ്ഞ ലെങ്ത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് സീറോ ആയിട്ട് പോകും. ഇവിടെ എന്തെന്ന് വരും, എനിക്ക് d2y2/dt² മൈനസ് d2YB/dt² എന്ന് കിട്ടും, അല്ലെ? ഇത് ആക്സിലറേഷൻ ഇക്വേഷൻ അല്ലേ. എന്തെന്ന് വരും, A2 മൈനസ് AB. A2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ
വെയിറ്റിന്റെ ആക്സിലറേഷൻ. ഇനി ഇതിന്റെ ആക്സിലറേഷൻ പുള്ളിയുടെയും കൂടെ ആണ് നമ്മൾ എ ബി എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, A2 is equal to AB. അതായത് ആ ബ്ലോക്കിന്റെ കണ്ടുപിടിക്കുന്നത് പുള്ളിയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് ഒരുപോലെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണു, L1ന്റെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, L1ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് L1. അപ്പൊ എന്തെന്ന് വരും, അതും 0 അല്ലേ, കാരണം അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇനി YBയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം AB ആണ്. R എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആയി പോകും. ഇനി വീണ്ടും ഒരു YB വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് AB. ഇനി S1 എന്ന് പറയുന്നത് തന്നെയാ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടത്തെ. ഓക്കെ, അപ്പൊ അത് എന്ത് തന്നെയാണ്, 0 ആയിട്ട് പോകും. ഇനി R എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അതും 0. ഇനി ഏതിലാണ് വാല്യൂ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്, Y1 അല്ല ഡിസ്പ്ലേസ്മെന്റ് ഉള്ളു, അപ്പൊ A1 എന്ന് കിട്ടും. നിങ്ങൾക്ക് എന്തെന്ന് കിട്ടി, 2AB. AB എന്ന് പറയുന്നത് തന്നെയല്ലേ A2. അപ്പൊ 2A2 plus A1 equal to 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഞാൻ A2 കണ്ടുപിടിച്ചോട്ടെ. A2 is equal to എന്തെന്നാ കിട്ടുന്നത്, A1/2. നെഗറ്റീവ് ഉണ്ടാവും, നമ്മൾ സൈൻ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. അത് അപ്പൊ എന്തെന്ന് കിട്ടി, A2 is equal to A1/2 എന്ന് കിട്ടിയില്ലേ. ഇത് തന്നെയല്ലേ ഞാൻ ആ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് വന്നതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് A ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ A1 പകരം A ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ എനിക്ക് സെക്കൻഡ് വണ്ണിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്തെന്ന് കിട്ടും, A/2 എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത്രയൊന്നും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ചെയ്യാൻ തരുന്നത്.